ഒത്തിരി കഷ്ടതയിലൂടെയൊക്കെ കടന്നുപോയില്ലേ? ഒത്തിരി വേദനയിലൂടെ നിങ്ങൾ കടന്നുപോയില്ലേ? ആമേൻ, ഹല്ലേലൂയ. ആരുടെയൊക്കെ മുന്നിൽ നിങ്ങൾ തലകുനിച്ചില്ലേ? ഒരുപാട് നാളുകളായി നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസത്തിൻ്റെയും കഷ്ടതയുടെയും രോഗത്തിൻ്റെയും പ്രതികൂലത്തിലൂടെയൊക്കെ കടന്നുപോയവരല്ലേ നിങ്ങളൊക്കെ? ഞാൻ ഉൾപ്പെടെ. ഹല്ലേലൂയ. നിന്ദകൾ, പഴികൾ, ദാരിദ്ര്യം, പട്ടിണി, വേദന, പ്രതികൂലം, ഒരു ഉയർച്ചയും ഇല്ലായിരുന്നില്ല. എന്നാൽ ബൈബിൾ ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. അബ്രഹാം മുതൽ, ആമേൻ, ഹല്ലേലൂയ, അബ്രഹാമിൻ്റെ മക്കൾ അങ്ങോട്ട് പറയുകയാണെങ്കിൽ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഇവരെല്ലാം വേദനയിലൂടെ കടന്നുപോയവരാണ്. ഇവരെല്ലാം പ്രതികൂലത്തിലൂടെ കടന്നുപോയവരാണ്. ഇവരെല്ലാം നിന്ന് അനുഭവിച്ചവരാണ്. ആമേൻ, ഹല്ലേലൂയ. എങ്കിലും എൻ്റെ ദൈവം, ഹല്ലേലൂയ, അത്ഭുതകരമായ വിടുതലുകൾ അയക്കുവാനിടയായി. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ പ്രതികൂലത്തിലൂടെ കടന്നുപോയെങ്കിൽ അതൊരു അനുഗ്രഹത്തിനാണ്. നിങ്ങൾ വേദനയിലൂടെ കടന്നുപോയെങ്കിൽ അതൊരു അനുഗ്രഹത്തിനാണ്. ഇവിടെ നോക്കണം, എത്ര അധ്വാനിച്ചിട്ടും എന്തൊക്കെ പരിശ്രമിച്ചിട്ടും ആമേൻ, ഒന്നും മുന്നേറുവാൻ കഴിയുന്നില്ലല്ലോ എന്ന് ആരെങ്കിലും ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ വിടുവിക്കപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ അത്ഭുതം കാണാൻ പോവുകയാണ്. നിങ്ങളിലൂടെ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ പട്ടണത്തിൽ ദൈവം ചെയ്യാൻ പോവുകയാണ്. എത്ര പേരത് വിശ്വസിക്കുന്നു? പ്രിയരെ, ആമേൻ, ഹല്ലേലൂയ. മക്കളെ, ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ, ഇവരെല്ലാം ദൈവത്തിൽ ആശ്രയിച്ചു. ഇവരെല്ലാം ദൈവത്തെ കൈവിട്ടില്ല. അബ്രഹാം മുതൽ അബ്രഹാമിൻ്റെ സന്തതികളൊക്കെ, ആമേൻ, ഹല്ലേലൂയ, ഇവർ ദൈവത്തെ കൈവിട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് അനുഗ്രഹം വരുവാനുള്ള മെയിൻ കാരണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശബ്ദത്തിന് കാതുകൊടുത്ത്, അല്ലെങ്കിൽ ആ ശബ്ദം കേട്ടത് കൊണ്ടാണ് അവർ അനുഗ്രഹിക്കപ്പെട്ടത്. അവർ അത് അനുസരിച്ച് ചലിക്കുവാൻ തുടങ്ങിയപ്പോഴാണ് അനുഗ്രഹിക്കപ്പെട്ടത്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്ക് അനുഗ്രഹം വേണമോ? നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കുക. നിങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിൽ നിന്നും, നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതയിൽ നിന്നും, നിങ്ങൾ അനുഭവിക്കുന്ന രോഗത്തിൽ നിന്നും, നിങ്ങളെ വല്ലാതെ കുഴയ്ക്കുന്ന ആ പ്രയാസത്തിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിക്കുവാൻ വിശ്വസ്തനാണ്. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ ബൈബിൾ പഠിക്കുമ്പോൾ, ഹല്ലേലൂയ, വചനം, ആമേൻ, ഹല്ലേലൂയ, ദൈവം തെരഞ്ഞെടുത്ത കഷ്ടതയിലൂടെ കടന്നുപോയവരാണ്. പ്രതികൂലത്തിലൂടെ കടന്നുപോയവരെയാണ് ദൈവം വിളിച്ചത്. ആമേൻ, വേദനയിലൂടെ കടന്നുപോയവരെയാണ് ദൈവം വിളിച്ചത്. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ നോക്കണം, പത്രോസൊക്കെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല. കഷ്ടതയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. ആമേൻ, ഹല്ലേലൂയ. ദാവീദിനെ നോക്കണം. അങ്ങനെ ബൈബിൾ പരിശോധിക്കുമ്പോൾ അനേക കഷ്ടതയിലൂടെയും പ്രയാസത്തിലൂടെയും വേദനയിലൂടെയും കടന്നുപോയ, ആമേൻ, ഹല്ലേലൂയ, അവരെയാണ് കർത്താവ് വിളിച്ചു വേർതിരിച്ച് പിൽക്കാലത്ത് അവരൊരു അനുഗ്രഹമായി മാറിയത്. പിൽക്കാലത്ത് അവരൊരു വിടുതലായി മാറിയത്. പിൽക്കാലത്ത്, ആമേൻ, ഹല്ലേലൂയ, അവർ, ആമേൻ, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാനിടയായത്. നിങ്ങളെക്കുറിച്ച് ദൈവം വലിയ പദ്ധതികൾ, ആമേൻ, ഇടുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത്, ദൈവത്തിൻ്റെ പ്രോമിസിനകത്ത് കയറി നിൽക്കുക. ഹല്ലേലൂയ. നിങ്ങൾ നീറുന്ന മതി, കഷ്ടത മതി. ആമേൻ, നിങ്ങൾ അനുഭവിച്ച വേദന മതി. ഇത് നിർത്തുന്നേ. ഹല്ലേലൂയ. ദൈവം നിർത്തുവാൻ വിശ്വസ്തനാണ്. നിങ്ങൾ ചെല്ല്, കർത്താവിൻ്റെ അടുത്ത് ചെല്ല്. ആമേൻ, ഞാൻ ഉൾപ്പെടെ ചെല്ല്, കർത്താവിൻ്റെ അടുത്ത് ചെന്ന് നിങ്ങൾ, ഹല്ലേലൂയ, കർത്താവിൻ്റെ സന്നിധിയിൽ, ആമേൻ, ഹല്ലേലൂയ, കരയാൻ മനസ്സുണ്ടെങ്കിൽ, കർത്താവിനോട് ചേർന്ന് നടപ്പാൻ, അവൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ മനസ്സുണ്ടെങ്കിൽ, ഞാൻ 100% ഉറപ്പ് തരാം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കണ്ണുനീര് മാറും, നിങ്ങളുടെ പ്രയാസം മാറും. എന്നെ കേൾക്കുന്ന ആരൊക്കെയോ പ്രയാസത്തിലൂടെ ഒരിക്കലും പുറത്തു വരുവാൻ കഴിയാത്ത രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ കരം ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ, നിങ്ങൾ ദൈവീക ശക്തി നിങ്ങളുടെ മേൽ അടിക്കും. നിങ്ങൾ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുക, കർത്താവേ, മതി കർത്താവേ, ഇത് നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടത്തില്ല. എബേസ് എന്ന് പറഞ്ഞൊരു, ആമേൻ, ഒരു ഭക്തനെ കുറിച്ച്, ആമേൻ, വചനത്തിലുണ്ട്. അവൻ പറയുന്ന പ്രാർത്ഥന, ഞാൻ, കർത്താവേ, നിശ്ചയമായും നീ എന്നെ അനുഗ്രഹിക്കണം.
നിശ്ചയമായും നീ എന്നെ അനുഗ്രഹിച്ചല്ലാതിനെ ഞാൻ വിടത്തില്ല. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിങ്ങൾ പറയണം, കർത്താവേ നീ എന്നെ അനുഗ്രഹിക്കണം. ഞാൻ ഈ ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയി, ഈ വേദനയിലൂടെ കടന്നുപോയി, ഈ കഷ്ടത്തിലൂടെ കടന്നുപോയി, ഈ പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നുപോയി. കർത്താവേ നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടത്തില്ല. എന്നിട്ടൊരു പദം കൂടെ എബേസ് പറയുന്നത് ഇങ്ങനെയാണ്, ഹല്ലേലൂയ, എൻ്റെ അതിരുകളെ വിസ്താരമാക്കുമ്പോൾ അങ്ങയുടെ കരം എൻ്റെ കൂടെ ഇരിക്കണം. നമുക്കൊരിക്കൽ കൂടി പറഞ്ഞ്, നമ്മുടെ സമ്പത്ത് വർദ്ധിക്കുമ്പോൾ, നമ്മൾ ഹല്ലേലൂയ ഉന്നത പദവികളിലെത്തുമ്പോൾ, കർത്താവേ അങ്ങയുടെ കരം എൻ്റെ കൂടെ ഇരിക്കണം, അങ്ങ് എന്നെ നടത്തണം. പ്രാർത്ഥിച്ചു തുടങ്ങിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ ദൈവം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ.